സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം നിലമ്പൂരിലാകെ ഇപ്പോൾ നിലമ്പൂരിലാകെ എന്നല്ല കേരളത്തിലാകെ വലിയ ചർച്ചയാണ്. നിലമ്പൂരിൽ വലിയ ആവേശമാണ് സ്വരാജിന്റെ വരവ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനിപ്പോൾ സ്വരാജിന്റെ വീട്ടിലാണ്. സ്വരാജിന്റെ അച്ഛൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അപ്പോൾ നാട് മുഴുവൻ വലിയ ആവേശത്തിലാണ് സ്വരാജ് നിലമ്പൂരിൽ മത്സരിക്കാൻ എത്തുമ്പോൾ. എന്തു പറയാൻ അതിനെക്കുറിച്ച്? പ്രത്യേകിച്ചൊന്നും എനിക്ക് അതിനെക്കുറിച്ച് പറയാനില്ല. അവൻ ഈ നാടിൻ്റെ പുത്രനാണ്, അത്ര തന്നെ. എങ്ങനെയാണ് അച്ഛനും കുടുംബമൊക്കെ സന്തോഷത്തിലാണോ? സന്തോഷത്തിലാണ്, അതെ. അച്ഛൻ പറഞ്ഞ പോലെ സ്വരാജിന്റെ ഇപ്പം നമുക്കറിയാം സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട യുവജന നേതാവാണ്, CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയത് ഈ നിലമ്പൂരിന്റെ മണ്ണിൽ നിന്ന്. ഇവിടെ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് SFIയുടെ നേതാവാകുന്നത്, കോളേജിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ ആവുന്നു, SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ആവുന്നു. അങ്ങനെ ഈ നാട്ടിൽ നിന്ന് തന്നെയാണ് സ്വരാജ് വളർന്നു വരുന്നത്, അല്ലേ? അതെ, അവൻ ഇവിടെ ജനിച്ചു, ഇവിടെ നിന്ന് തന്നെ വളർന്ന് ഇത്രയും ആയതാണ്. അവൻ്റെ വിദ്യാഭ്യാസം എല്ലാം ഇവിടെ നിന്ന് തന്നെയാണ്. ചെറുപ്പത്തിൽ സ്വരാജ് നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു, നന്നായി കവിതയൊക്കെ എഴുതും. അപ്പോൾ അന്നേരം ഈ SFIയുടെ ഒക്കെ ഭാരവാഹിയായി SFIയുടെ പ്രവർത്തനമൊക്കെ ആയി പോകുന്ന ഘട്ടത്തിൽ വീട്ടിലൊരു അങ്ങനെ ഒരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നോ? അങ്ങനെയില്ല. അവൻ എങ്ങനെ നടന്നാലും നന്നായിട്ട് പഠിക്കുമായിരുന്നു. നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കും. പക്ഷേ മറ്റാർക്കും അത് അറിയില്ലായിരുന്നു. നന്നായിട്ട് പഠിക്കുമായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ. ഏത് കാര്യത്തിനെക്കുറിച്ചും അവന് നന്നായിട്ട് അറിവുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ആശങ്കയൊന്നും ഉണ്ടായിരുന്നില്ല? ഇല്ലില്ല, ഞങ്ങൾക്ക് ആശങ്കയൊന്നുമില്ല അവനെക്കുറിച്ച്. പിന്നെ ഇവിടെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അല്ലേ? ഇല്ല, ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഇപ്പോൾ വന്നതേ ഉള്ളൂ. കേട്ടപ്പോൾ ഒരു അത്ഭുതം തോന്നി. കാരണം അവനിവിടെ നിൽക്കുമോ എന്നുള്ളൊരു അത്ഭുതമായിരുന്നു. നിൽക്കും, ജയിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അച്ഛനെയല്ലേ ആദ്യം വിളിച്ചു പറഞ്ഞത് മത്സരിക്കുന്ന കാര്യം? അതെ, ആദ്യമായിട്ട് എന്നെയാണ് വിളിച്ചു പറഞ്ഞത്. അതിന് ശേഷമാണ് മീഡിയയിലൊക്കെ വന്നത്. അതേത് കാര്യവും എന്നോടാണ് ആദ്യം പറയുക. അപ്പോൾ എന്തായാലും വിജയം ഉറപ്പാണ്? ഞാനങ്ങനെ ഉറപ്പിച്ചേക്കുന്നു. മത്സരം എങ്ങനെയുണ്ട് ഇവിടെ നിലമ്പൂർ? ഇനിയിപ്പോൾ ടൈറ്റായിരിക്കും, നല്ല ടൈറ്റായിരിക്കും, നല്ല മത്സരമായിരിക്കും. രണ്ട് സ്ഥാനാർത്ഥികളും നല്ല സ്ഥാനാർത്ഥികളാണ്. നന്നായിട്ട് രാഷ്ട്രീയം ഉൾക്കൊള്ളുന്ന ഒരു മത്സരമായിരിക്കും ഇത്. ഇവിടെ ഈ വീട്ടിലേക്ക് വന്നപ്പോൾ നമ്മൾ കാണുന്നൊരു കാഴ്ച എന്നുള്ളത്, നമുക്കിപ്പോൾ ഇതായി ഒരു വലിയ ലൈബ്രറി, ഇതുവേണ്ടി ഒരു പ്രത്യേക മുറി തന്നെ ഒരുക്കിയിരിക്കുകയാണ്. ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ഈ ലൈബ്രറിയിൽ, വിവിധങ്ങളായ പുസ്തകങ്ങൾ, അല്ലേ? സ്വരാജേട്ടൻ്റെ വായനയെക്കുറിച്ച് എങ്ങനെയാണ് അച്ഛൻ്റെ ഒരു അഭിപ്രായം? നന്നായിട്ട് വായിക്കും. അവൻ വായിക്കും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ ബുക്കുകളെല്ലാം. അവൻ വായിച്ചതാണ്. നന്നായിട്ട് വായിക്കും. അവനാകെ ആവശ്യം വായനയാണ്. വായിച്ചത് പ്രയോഗിക്കാൻ പറയാം നന്നായിട്ടല്ലേ? അറിയും, നന്നായിട്ടറിയും. അവൻ പഠിച്ചിട്ടേ പറയുള്ളൂ, എന്തെങ്കിലും പറയില്ല. ഈ പുസ്തകങ്ങൾ ശേഖരങ്ങൾ തന്നെ വിവിധ തരത്തിലുള്ള പുസ്തകങ്ങളാണ്, ലോക സാഹിത്യം, എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങളും, എല്ലാ പുസ്തകങ്ങളും ഉണ്ട്. അവന് ജീവനാണ് ബുക്ക് എന്ന് പറഞ്ഞാൽ. പിന്നെ സ്വരാജിന്റെ പ്രസംഗങ്ങളൊക്കെ കേൾക്കാറുണ്ട്. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ, യൂട്യൂബിലൊക്കെ ഭയങ്കര വൈറലാണ്. പിന്നെ ഞാൻ എല്ലാം കേൾക്കും, എനിക്കിഷ്ടമാണ്. ചെറുപ്പത്തിലെ നല്ല പ്രസംഗമായിരുന്നു? നല്ല ഉഗ്രം പ്രസംഗനാണ്. അവന് സ്കൂൾ തലത്തിലൊക്കെ പ്രസംഗ മത്സരത്തിനൊക്കെ ഞാൻ കൊണ്ടുപോകുമായിരുന്നു. കേരള വയസ്സിൽ അവനെ ഞാൻ കൊണ്ടുപോകും. പിന്നീട് അവൻ്റെ അധ്യാപകൻ കൊണ്ടുപോകുമായിരുന്നു. ഉഗ്രം പ്രസംഗമാണ്. പ്രസംഗം ഇപ്പൊ കേരളത്തിലാകെ മുഴങ്ങാറുള്ളത്. അതെ, അതിന്റെ ഒരു പ്രസംഗം കിട്ടാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ ക്യൂവിലാണ്. അതെ, അവനിപ്പം മത്സരിക്കാൻ നിൽക്കുന്നു എന്നുള്ളത് ചാനൽ കണ്ടിട്ട് എൻ്റെ ഒരു ബന്ധു ഇപ്പോഴൊരു 10-20 മിനിറ്റ് മുമ്പ് തിരുവനന്തപുരത്തുനിന്ന് വിളിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് അഭിപ്രായം അവിടെ? ജയിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ കുറെ നല്ല ക്യാമറകൾ, വിവിധ തരത്തിലുള്ള ക്യാമറകൾ കാണുന്നുണ്ട്. എന്താ അതിന്റെ ഒരു? പുള്ളിയുടെ കളക്ഷനാണത്. ഇത്
പണ്ട് റഷ്യ ഉണ്ടായിരുന്ന കാലത്തുള്ള ക്യാമറ ഉണ്ടാവില്ലേ, അടിപൊളി ക്യാമറയാണ്. പുള്ളിക്ക് അതൊക്കെ ഒരു ഹോബിയാണ്. ഇത് മാത്രമല്ല, ഫിലാറ്റലി ഉണ്ട്. അത് വലിയൊരു ഹോബിയാണ്. സ്വരാജിന്റെ പുസ്തകമൊക്കെ വായിച്ചിട്ടുണ്ടോ? ഉണ്ട്. എല്ലാ പുസ്തകവും വായിച്ചിട്ടുണ്ട്. നമ്മളൊരു സ്വരാജിന്റെ ഭാഗത്തുനിന്ന് രാഷ്ട്രീയപരമായ എഴുത്തുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ വളരെ വൈവിധ്യമാണല്ലേ? തീർച്ചയായിട്ടും. നേരെ എതിരെന്ന് പറയാം. അല്ലെങ്കിൽ സ്വരാജിനെ പോലൊരു തീപ്പൊരി നേതാവ് ഈ പൂക്കളെ പറ്റിയൊക്കെ പുസ്തകങ്ങൾ എഴുതുന്നു പറയും. അതെ 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 അവന് ഒരു ഫലവൃക്ഷ തോട്ടമുണ്ട് ഇവിടെ തന്നെ. പുള്ളി അതിനും നേരം കണ്ടെത്തും. അതിലെന്തൊക്കെയുള്ളത്? എല്ലാം ഉണ്ട്. ചക്ക, മാങ്ങ, അങ്ങനെ പലവിധമുണ്ട്. ഇവിടേക്കൊക്കെ എത്താൻ സമയം കിട്ടാറുണ്ടോ സ്വരാജിന്? എങ്ങനെ ആയാലും ഒരു 5-6 ദിവസം കൂടുമ്പോഴൊക്കെ വരും. രാവിലെ വരും, വൈകിട്ട് പോകും. ഇപ്പോൾ സ്വരാജിന്റെ വീട്ടിൽ അച്ഛനാണ് നമ്മോട് സംസാരിച്ചത്. സ്വരാജിന്റെ പുസ്തക ശേഖരം കണ്ടു, ക്യാമറകളുടെ വൈവിധ്യമാർന്ന ശേഖരം കണ്ടു, തൊട്ടടുത്ത് തന്നെ അദ്ദേഹത്തിന്റെ തോട്ടമുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലും വളരെ സജീവമായി നിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ. അദ്ദേഹം നിലമ്പൂരിലേക്ക് എത്തുമ്പോൾ ഈ നാടാകെ ആവേശത്തിലാണ്, വീട്ടുകാരും വലിയ സന്തോഷത്തിലാണ്. മകൻ സ്വന്തം നാട്ടിലേക്ക് തന്നെ മത്സരിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്നുണ്ട്. ക്യാമറമാൻ അഖിലിനൊപ്പം PV കുട്ടൻ.